സ്കൂൾ പഠനം ഒഴിവാക്കിയിട്ടോ അല്ലാതെ സ്കൂൾ പഠനത്തിലേക്ക് അധികം ശ്രദ്ധ ഒഴിവാക്കിയിട്ട് ഡാൻസിലേക്ക് വരുന്ന ഒരു സിസ്റ്റം മാറും കേട്ടോ. ആദ്യം സ്കൂൾ പഠനം മാത്രം, അത് കഴിഞ്ഞിട്ട് ഡാൻസ് കേട്ടോ, ഫ്രീ ടൈമിൽ മാത്രം ചെയ്യാം. ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിട്ടാണോ? നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഞാൻ ചെയ്യുന്നത് ഡാൻസിൻ്റെ സ്റ്റെപ്സുകൾ എങ്ങനെ പഠിപ്പിക്കുക എന്നാണ്. നിങ്ങൾക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജോയിൻ ചെയ്തോളൂ. നിങ്ങളെ ഞാൻ അടിപൊളിയൊരു ഡാൻസറാക്കി തരാം. പിന്നെ ഇതിൻ്റെ തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുക. അത് നിങ്ങളൊന്ന് അവിടെ പോയിട്ട് കാണുന്നത് നന്നായിരിക്കും. അതിൻ്റെ പേരാണ് ബൗൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്ലാസ്സിൽ പുതിയതായിട്ടുള്ള ആൾ വരുമ്പോൾ അവർക്ക് ഫസ്റ്റായിട്ട് എടുത്തു കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിലായിട്ട് വരുന്ന ആളാണെങ്കിൽ ആ സ്റ്റെപ്പ് കൂടി പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റെപ്പിൻ്റെ പേരാണ് സ്കെറ്റ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്, ഏതൊരാൾക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സ്റ്റെപ്പാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാല് രണ്ടും അടുപ്പിച്ച് വെക്കുക. എന്നതിന് ശേഷം നമ്മൾ വലത്തെ കാലുണ്ടല്ലോ, വലത്തെ കാല് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, മാറ്റി വയ്ക്കുമ്പോഴേ ഇങ്ങനെ തിരിച്ച് വെക്കരുത്, ഇങ്ങനെ വെക്കുക. അങ്ങനെ വെക്കണം. പിന്നെ അതിനുശേഷം ആ പോയ കാലുണ്ടല്ലോ, ആ പോയ കാല് നേരെ ഇങ്ങോട്ടേക്ക് അടുപ്പിച്ച് തന്നെ വെക്കുക. ആദ്യം വന്നോ അതേമാതിരി തന്നെ, ആദ്യം നമ്മൾ എങ്ങനെ നിന്നോ അതേമാതിരി തന്നെ നിൽക്കുക. മനസ്സിലായോ? ഒന്നുകൂടി വെച്ച് നോക്കുക. വെക്കുമ്പോൾ സൈഡ് വെക്കണം കേട്ടോ. ഈ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, നമ്മളെ ബാക്ക് ഭാഗം ഇങ്ങോട്ട് തിരിച്ച് വെക്കണം. മനസ്സിലാവുണ്ടോ? എന്നതിന് ശേഷം നമ്മൾ ആദ്യം വന്നിടത്തേക്ക് തന്നെ തിരിച്ച് വരിക. തിരിച്ച് വന്നിട്ട് നമ്മൾ പൊക്കുക, ഈ കാലിനെ തന്നെ പൊക്കുക, മുകളിലേക്ക് പൊക്കുക. വണ്ണ് അതേമാതിരി തന്നെ ആദ്യം വന്നിടത്തേക്ക് തന്നെ തിരിച്ച് വയ്ക്കുക. മനസ്സിലായോ? ഒന്നുകൂടെ നോക്കിയേ. 1 പുറത്തേക്ക് പോയി, 2 അടുപ്പിച്ച് വെച്ചു, 3 മുകളിലേക്ക് പൊക്കി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേമാതിരി തന്നെ നമ്മളെ ഇടത്തെ കാലുകൂടി ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡിലേക്ക് വരും. അപ്പോൾ നോക്കാം, ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ കേട്ടോ, സെയിം ആയിട്ട് തന്നെ വെക്കുക, അതേമാതിരി തന്നെ വെക്കുക. 1 വെച്ചു, 2 അടുപ്പിച്ച് വെച്ചു, 3 മുകളിലേക്ക് പൊക്കി, അതേമാതിരി തന്നെ വെച്ചു. ആദ്യം തിന്നോ അതേമാതിരി തന്നെ നമ്മൾ വന്നു. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നോക്കിയാൽ ഈ ഭാഗം ഒന്നുകൂടെ നോക്കിയാൽ വെക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ എടുക്കുക കേട്ടോ, ഈ കാലിനെ ഇങ്ങനെ എടുക്കണം. ഓക്കെ, 1 2 അടുപ്പിച്ച് വയ്ക്കുക, 3 മുകളിലേക്ക് വയ്ക്കുക, 4. അപ്പോൾ നമ്മൾ 3 മുകളിലേക്ക് പൊക്കുമ്പോഴേ നമ്മളെ ഇവിടെ ഉണ്ടോ ഈ ഊരൻ്റെ ഭാഗം നമ്മൾ അടിയിലേക്ക് ഇറങ്ങണം. ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങണം. ഒറ്റ മിനിറ്റ്, ഞാനത് കട്ടായിട്ടുണ്ടോ നോക്കട്ടെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, റെഡി. പിന്നെ അപ്പം ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ കാല് മുകളിലേക്ക് പൊക്കുമ്പോൾ നമ്മളെ ബോഡി കണ്ടോ ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് അടിയിലേക്ക് അമർന്ന് നിൽക്കണം. ഓക്കെ, നോക്കിയ കാല് പൊക്കുമ്പോൾ ബോഡി അടിയിലേക്ക്. അപ്പോൾ ഈ കാലൊക്കെ ഉണ്ടോ, ഈ കാലൊക്കെ നമ്മൾ നല്ലോണം ബെൻഡ് കൊടുക്കുക, വളച്ച് വയ്ക്കുക. ഇങ്ങനെ വളച്ച് വെക്കണം. മനസ്സിലായോ? അപ്പോൾ റെഡി. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, വലത്തെ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റൈറ്റും ആണ്, ഇതിൻ്റെ ലെഫ്റ്റും ആണ് കേട്ടോ. ഓക്കെ, റെഡി. 1 അപ്പോൾ ഉണ്ടോ ഇത്രയും അമർന്നു, ഞാൻ ബോഡി ഇത്രയും അമർന്നു, നേരെ നിൽക്കരുത്. ഇവിടെ ഇത്രയും നിൽക്കുക, ഞാൻ നേരെ ഒന്ന് എങ്ങനെയായി. അപ്പോൾ ഈ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഞാൻ എന്താ ഇത്രയും അമർന്നു, ഇങ്ങനെ വരണം. ഇനി എന്താ ഈ സ്റ്റെപ്പിന് ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുമ്പോഴും ഇങ്ങനെ തന്നെ അമർന്നാണ് നിൽക്കുന്നത്. ഇത് നോക്കിയോ, ബോഡി മേപ്പോട്ട് എടുക്കുമ്പോൾ ഒന്നും കൂടി അമരും. അപ്പോൾ എടുക്കുമ്പോൾ അതേ ലെവലിലാണ് അമരുന്നത്. ഇപ്പോൾ ഇത്ര വന്നോ, ബോഡി എടുക്കുമ്പോൾ ഇതെങ്ങനെ വരുന്നു കണ്ടോ. അവിടെ നിന്ന് ചെറുങ്ങനെ ഒന്ന് പൊങ്ങിയിട്ട് ഇങ്ങനെ അമർന്നു കൊടുക്കും. അപ്പം ഇങ്ങനെ നിന്നു, നമ്മൾ അവിടെ പോയി നോക്കിയേ, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. അപ്പോൾ അമർന്നല്ല നിൽക്കുന്നത്. ഇനി നമ്മൾ പൊക്കുമ്പോൾ ചെറുങ്ങനെ ഒന്ന് പൊന്തു, ബോഡീനെ ഒന്ന് പൊക്കിയിട്ട് പിന്നെ അമരും. ഓക്കെ, 1 അത്രയും വരും. അപ്പോൾ സ്പീഡിൽ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 and 2 and 3 and 4, 1 and 2 and 3 and 4, 1 and 2 and 3 and 4 ഇങ്ങനെ വരും. അപ്പോൾ ഇനി ഈ സൈഡ് നോക്കിയേ, സെയിം ആണ് കേട്ടോ, അതേമാതിരി തന്നെ ചെയ്യുക. 1 അമർന്നില്ല. ഇതിനൊക്കെ ബെൻഡ് കൊടുക്കണം കേട്ടോ, ബെൻഡ് കൊടുക്കാൻ മറക്കരുത്. ഇതൊക്കെ ബെൻഡായിരിക്കണം. അതേമാതിരി തന്നെ അടിപ്പിക്കുക, അപ്പോഴും ബെൻഡായിരിക്കണം. ബെൻഡാകുമ്പോൾ നോക്കിയാൽ ഇങ്ങനെ വരും. ഓക്കെ, നമ്മൾ മുകളിലേക്ക് പൊക്കുക, അപ്പോഴും നമ്മൾ ബെൻഡായിരിക്കണം, അടുപ്പിച്ച് വയ്ക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ കയ്യിൻ്റെ ഭാഗം വരണം.
കൈ വരുമ്പോൾ ഈ സെയിം സ്റ്റെപ്പിൽ തന്നെ നമ്മൾ കൈ വരുന്ന നോക്കിയോ, ഇത്ര ഇങ്ങോട്ട് വരും, ബെൻഡാക്കി കൊടുക്കുക. കൈ ഇങ്ങനെയുള്ള കൈയില്ലേ കുറച്ച് ബെൻഡാക്കുക. അപ്പോൾ അടുപ്പിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ബെൻഡാക്കുക. കാല് പൊക്കുമ്പോഴേ മുകളിലേക്ക് കാല് പൊക്കുമ്പോൾ കൈ അതിൻ്റെ കൂടെ മുകളിലേക്ക് പോവുക. ഉണ്ടോ? മുകളിലേക്ക് ഇങ്ങനെ പൊക്കുക. അത്രയേ ഉള്ളൂ. ഒന്ന് നോക്കിയാൽ 1 2 and 3 and 4 3 and 4 3 and 4. ക്ലിയർ അല്ലേ? 1 and 2 and 3 and 4 1 and 2 and 3 and 4 1 and 2 and 3 and 4 1 and 2 and 3 and 4. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ ചെയ്യട്ടോ. അപ്പോൾ ഒരാളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ചിലവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ വരും ചിലവർ. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ ചെയ്യുക, സാധനം സെയിം ആയിരിക്കും. 1 ഇങ്ങനെ വയ്ക്കുക, 2 വയ്ക്കുക, 3 വയ്ക്കുക, 4 വയ്ക്കുക, അത്രേ ഉള്ളൂ. അതേമാതിരി ഈ ഭാഗത്തേക്കും വയ്ക്കുക. 1 വയ്ക്കുക, 2 വയ്ക്കുക, 3 വയ്ക്കുക, 4 വയ്ക്കുക. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ്. അപ്പം സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ, പെട്ടെന്ന് ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ പഠിച്ചാലേ അപ്പോൾ നമുക്ക് ഒരു വലിയ സോങ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ലിങ്ക് ഞാൻ പിന്നെ അവിടെ തന്നെ കൊടുക്കുക, നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോളൂ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. ഫസ്റ്റ് വലത്തേക്കാൾ എടുക്കുക. 1 വെച്ചോ. 1 2 3 4 1 2 3 4. ക്ലിയർ അല്ലേ? ഏത് പാട്ടിനും നമുക്ക് ഹിപ്പ് ഹോപ്പ് സ്റ്റെപ്പുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് പാട്ടിന് ജോയിൻ്റ് ആക്കാം. അതാണ് ഹിപ്പ് ഹോപ്പ് സ്റ്റെപ്പിൻ്റെ പ്രത്യേകത. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. ഹിപ്പ് ഹോപ്പ് സ്റ്റെപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്പിന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു കല്യാണ പരിപാടിയൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ എല്ലാ സ്റ്റെപ്പുകളും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കല്യാണപ്പുരയിൽ ഇപ്പോൾ പോയി നിൽക്കുന്ന വെച്ചോ, അപ്പോൾ അവിടെ പാട്ടൊക്കെ വെച്ച് കളിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാൻ ഇപ്പോൾ നല്ല നല്ല സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് വരും ഓരോ സ്റ്റെപ്പുകളും. ഇപ്പോൾ നല്ലൊരു മ്യൂസിക് കിട്ടും, മുക്കാല മുക്കാപ്പില്ല എന്നുള്ള പാട്ട് വന്നു വിചാരിച്ചോ, അപ്പോൾ നമുക്ക് ചെയ്യാം. അതൊക്കെ മുക്കാല മുക്കാപ്പില്ല ഓ ലൈല അങ്ങനെയൊക്കെ ചെയ്യാം. പല സ്റ്റൈൽ ചെയ്യാം. എനിക്ക് മുക്കാപ്പില്ല സുക്കാമില്ല ലൈല ഓ ലൈല. പിന്നെ ലവ് കാതല. അപ്പം ഈ സ്റ്റെപ്പുകൾ ഫുള്ള് പഠിച്ചാൽ നമുക്ക് എല്ലാ പാട്ടിനും നമുക്ക് ഡാൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നേ ഒരു മ്യൂസിക് ഇട്ടിട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഒരു സോങ് എടുത്തോട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാട്ട് സെലക്ട് ചെയ്ത് അപ്പോൾ ആ പാട്ടിനെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾ റെഡി ആയിട്ട് നിന്നോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് എടുത്താലും മതി. ഇപ്പോൾ ഈ പാട്ടിന് ആവണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് എടുക്കുക. അപ്പോൾ ആ ടൈമിങ് കറക്റ്റാക്കി നിങ്ങൾ കൊണ്ടുപോയാൽ മതി. ഞാൻ ഏതായാലും പ്ലേ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ എല്ലാവരും പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസങ്ങളിലും ഒരു 10 മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഡാൻസറായിട്ട് വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുക. അത് നിങ്ങൾ അതിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വോയിസ് ആയിട്ടോ എന്നെ ടൈപ്പ് ചെയ്തിട്ടോ ഒന്ന് മെസ്സേജ് അയച്ചാലും മതി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുതിയ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതേമാതിരി ബെല്ലൈക്കനും ഒന്ന് അമർത്തിക്കൊണ്ടു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ടേക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. കാരണം ചിലപ്പോൾ അത് വെള്ളിയാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും. വെള്ളിയാഴ്ച ചെറിയൊരു വർക്ക് ഉണ്ട് എനിക്ക്, ഞാൻ ഫ്രീ ആവുകയാണെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച ചെയ്യാം. പിന്നെ അപ്പോൾ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും പ്രാക്ടീസ് ചെയ്യും, അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യും.
ഫ്രീ ടൈമിൽ കേട്ടോ, ഫ്രീ ടൈമിൽ മാത്രം ചെയ്യുക, അല്ലാത്ത എല്ലാ പരിപാടികളും ഒഴിവാക്കിയിട്ട് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ. പിന്നെ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ സ്കൂളിൽ പോവുക, അത് കഴിഞ്ഞിട്ട് ചെറിയ വൈകുന്നേരമൊക്കെ വന്നിട്ട് ചെറിയ ടൈം ഉണ്ടെങ്കിൽ ആ ടൈമിൽ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. സ്കൂൾ പഠനം ലീവാക്കിയിട്ടോ അല്ലാതെ സ്കൂൾ പഠനത്തിലേക്ക് അധികം ശ്രദ്ധ ഒഴിവാക്കിയിട്ട് ഡാൻസിലേക്ക് വരുന്ന ഒരു സിസ്റ്റം മാറും കേട്ടോ. ആദ്യം സ്കൂൾ പഠനം മാത്രം, അത് കഴിഞ്ഞിട്ട് ഡാൻസ് കേട്ടോ, ഫ്രീ ടൈമിൽ മാത്രം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച കാണാം. ബൈ.